നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റബ്ബർ ലാറ്റക്സിൽ നല്ല കുതിപ്പാണ്. 300 എന്ന മാജിക്കിലേക്ക് കടക്കുകയാണ് റബ്ബർ വില. ഇപ്പോൾ കോട്ടയത്ത് വ്യാപാരം നടക്കുന്നത് 284 രൂപയാണ് RSS 4-നൊക്കെ. പക്ഷേ പ്രതികൂല കാലാവസ്ഥയിൽ ഇപ്പോൾ ടാപ്പിംഗ് യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. നല്ല മഴയാണ് നാട്ടിൽ. കൂടെയുള്ള ചാറ്റൽ മഴയും ഈ ടാപ്പിംഗ് നിർത്തിവെക്കുവാൻ കാരണമായി. ആയിരക്കണക്കിന് രൂപ ചിലവാക്കി കവറിട്ടത് വളരെ പ്രതികൂല കാലാവസ്ഥയിൽ ടാപ്പിംഗ് ചെയ്യാനാകാതെ പോവുകയാണ് മിക്ക റബ്ബർ കർഷകരും. എന്നാൽ മഴ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. അമിതമായ മഴയുണ്ടെങ്കിൽ റബ്ബർ മരങ്ങളുടെ ഇലയും പൊഴിയെന്നുള്ള ഒരു ദോഷമുണ്ട് റബ്ബർ മേഖലയ്ക്ക്. ഇന്നത്തെ വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 284, RSS 5 കിലോ 281, ISN 20 253, ലാറ്റക്സ് 60% ആഴ്ചയിൽ 198 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 284, RSS 5 കിലോ 281, അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 276, RSS 5 കിലോ 273. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 265 രൂപ 25 പൈസ, RSS 5 264 രൂപ 82 പൈസ. കേരളത്തിലെ മറ്റിനം ഗ്രേഡിനെ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 273 രൂപ 50 പൈസ, ലോട്ട് കിലോ 155, ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിലുള്ള ഒട്ടുപാൽ കിലോ 189, 60% DRCയിലുള്ള ഒട്ടുപാൽ കിലോ 141 രൂപ 75 പൈസ. ഇനി കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് 285, ഫാക്ടറി വില 295, ചില സ്ഥലങ്ങളിൽ 298 വരെ ആയിട്ടുണ്ട് ഈ ഫീൽഡ് ലാറ്റക്സ്. ഇനി വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 രൂപ 14,250, 30% DRCയുള്ള 200 രൂപ 17,100, 35% DRCയുള്ള 200 രൂപ 19,950. കർണാടക വില നോക്കുമ്പോൾ RSS 3 280 രൂപ 50 പൈസ, RSS 4 280, RSS 5 275, ലോട്ട് കിലോ 251, ഒട്ടുപാൽ നോക്കുമ്പോൾ 173 രൂപയാണ്. ഇതാണ് കർണാടക വില. ഇനി കേരളത്തിലെ വ്യാപാരികളെ നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം RSS 4 കിലോ 276, RSS 5 കിലോ 273, ISN 20 244 രൂപ 50 പൈസ മുതൽ 245 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയിലുള്ള ഒട്ടുപാൽ കിലോ 173 വരെ. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ ഇപ്പോൾ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ 3-4 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മുട്ട വില 2 രൂപ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിപണിയിൽ. അതേസമയം തേങ്ങാല വീണ്ടും ഉയർന്നിരിക്കുക. ഇപ്പോൾ കടകളിൽ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ നാടൻ തേങ്ങയ്ക്ക് കിലോ 80 വരെയാണ് ഇപ്പോൾ കടകളിൽ നിന്ന് 1 കിലോ വാങ്ങിക്കണമെങ്കിൽ. അതേസമയം മില്ലിലെ നാടൻ വെളിച്ചെണ്ണയ്ക്ക് 360 രൂപ ലിറ്ററിന്. ഇപ്പോൾ ആരും കൃഷി ചെയ്യുന്നില്ല. പന്നികളെ പേടിച്ചും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മിക്ക സ്ഥലങ്ങളും കൃഷി നിർത്തിവെച്ചിരിക്കുകയാണ് മിക്ക ആൾക്കാരും. അതുകൊണ്ട് മിക്ക സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത്. ഗവൺമെൻറ് ശക്തമായ നടപടിയിലൂടെ കൃഷിയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം ഫ്രീ ഒക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ആർക്കും ഉൽപ്പാദന മേഖലയിലോട്ട് ഇറങ്ങുവാൻ താല്പര്യമില്ലാത്തത്. ഈ ഫ്രീ സമ്പന്നർക്കും ഇടത്തരക്കാർക്കും കൊടുക്കേണ്ട ഒരാവശ്യമില്ല. വെറും പാവങ്ങൾക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.